നമസ്കാരം. പിണറായി സർക്കാരിന്റെ ഭരണം അവസാനിപ്പിക്കാൻ വേണ്ടി നടന്ന മാധ്യമങ്ങൾ പലതും ഇപ്പോൾ സതീശന്റെ ഭരണം മടുത്ത് പിണറായി വിജയന്റെ ഭരണം എത്രയോ ഭേദമായിരുന്നുവെന്നും അത് ഒരു സ്വർഗമായിരുന്നുവെന്നും ഒക്കെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. വോട്ട് ചെയ്ത ജനങ്ങളും സതീശൻ ഒരു പെരും നുണയനായിരുന്നുവെന്നും സതീശൻ ഒരു ഏറ്റവും മോശപ്പെട്ട മുഖ്യമന്ത്രിയാണെന്നും ഒക്കെ ഇപ്പോൾ തിരിച്ചറിയുകയാണ്, പറയുകയാണ്, നമ്മൾ അത് കാണുകയാണ്. നോക്കൂ, ഒരു മുഖ്യമന്ത്രിയെ വിമർശിച്ചാൽ, ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഒരു വാർത്ത ചെയ്താൽ, ഒരു മുഖ്യമന്ത്രിക്കെതിരെ എന്തെങ്കിലും സംസാരിച്ചാൽ അതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ നിന്നും പൊതു ഇടങ്ങളിൽ നിന്നുമൊക്കെ നീക്കം ചെയ്യിക്കുന്ന ഒരു സർക്കാർ ശരിക്കും ഒരു ഫാസിസ്റ്റ് മോഡൽ ഭരണമാണ് കാഴ്ചവെക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട്, മോദിയെ വിമർശിക്കാറുണ്ട്, മോദി സർക്കാർ ഇങ്ങനെയാണ്, ഫാസിസ്റ്റ് ഭരണമാണ് നടത്തുന്നത് എന്നൊക്കെ പറയാറുണ്ട്. സത്യത്തിൽ മോദി മോഡൽ ഭരണമാണ് വി ഡി സതീശൻ നടത്തുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മുണ്ടുടുത്ത മോദിയായി നമ്മുടെ വി ഡി സതീശൻ മാറുകയാണ്. നോക്കൂ, റിപ്പോർട്ടർ ചാനലിലെ എത്രയധികം വാർത്തകളാണ്, ന്യൂസ് മലയാളത്തിലെ എത്രയധികം വാർത്തകളാണ്, കൈരളിയിലെയും ദേശാഭിമാനിയിലെയും എത്രയധികം വാർത്തകളാണ് മെറ്റ ഉപയോഗിച്ച് സർക്കാർ നീക്കം ചെയ്തത്. എന്താണ് ഇത്തരം മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും ഉയർന്നു വരുന്ന മാധ്യമ ചോദ്യങ്ങളോട് ഇത്ര അസഹിഷ്ണുത? ഒരു നാടിന്റെ മുഖ്യമന്ത്രി ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? നോക്കൂ, വളരെ ന്യായമായിട്ടുള്ള ചോദ്യങ്ങളല്ലേ മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നത്. വി ഡി സതീശന്റെ അനുയായിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഹുസൈൻ എന്ന് പറയുന്ന ഹുസൈൻ മുസാഫിർ എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെ MDMA കേസുമായി പിടികൂടുന്നു. ശേഷം ഈ MDMA കേസുമായി പിടികൂടിയ ഇയാളുടെ ഹിസ്റ്ററി എടുത്ത് പരിശോധിക്കുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഓഫീസിലെ സ്ഥിരം സന്ദർശകനായിരുന്നുവെന്നും അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കുന്നതിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഒരാളായിരുന്നുവെന്നും സമൂഹ മാധ്യമങ്ങളിൽ വി ഡി സതീശന് വേണ്ടി വലിയ രീതിയിൽ തന്നെ പല ഹാഷ്ടാഗ് ക്യാമ്പയിനുകൾ നടത്തിയ ആളായിരുന്നുവെന്നും വി ഡി സതീശനൊപ്പം തന്നെ നടന്ന ഒരു റൈറ്റ് ഹാൻഡ് ആയിരുന്നുവെന്നുമുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ഇപ്പോൾ ഇഫ്താർ വിരുന്നിന്റെ അടക്കം ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ അതിലൊക്കെ ഈ ഹുസൈനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ മുഹമ്മദ് ഹുസൈൻ ശരിക്കും എല്ലാ ചിത്രങ്ങളിലും വളരെ വ്യക്തമായി തന്നെ ഇരിക്കുന്നതും നിൽക്കുന്നതുമായിട്ടുള്ള നമുക്ക് ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ കാണാം. അദ്ദേഹത്തിന്റെ ഐഡിയിൽ കയറി നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോ ഇദ്ദേഹം വി ഡി സതീശനുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ് എന്ന് അതിൽ നിന്ന് വ്യക്തമാണ്. കാരണം അത്തരത്തിലുള്ള ഫോട്ടോകളും വീഡിയോകളുമാണ് പുറത്തു വന്നിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായി മാധ്യമ പ്രവർത്തകർ ചോദിക്കുമല്ലോ, അതായത് എന്താണ് MDMA കേസ് പ്രതിയുമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇടപാട് എന്ന് ചോദിക്കും. അപ്പോൾ എന്താണ് ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ടത്? ആ വിഷയത്തിൽ അങ്ങനെ ഒരു ചോദ്യം ഉയരുമ്പോൾ തന്നെ ഒരു വിശദീകരണം രേഖപ്പെടുത്തുകയാണ് വേണ്ടത്, അല്ലെ? പക്ഷെ ഒരു ഘട്ടത്തിൽ പോലും നമ്മുടെ മുഖ്യമന്ത്രി മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനൊരു വാർത്ത വന്നുവല്ലോ, അതിന്റെ വസ്തുത ഇതാണ് എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വന്നില്ല എന്നുള്ളത് മാത്രമല്ല, മാധ്യമങ്ങളെ കണ്ടപ്പോൾ വിരണ്ടോടി എന്ന കാര്യം കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ഒപ്പം പല മാധ്യമങ്ങളിലും വന്ന പല കാർഡുകളും ഇതുമായി ബന്ധപ്പെട്ട് വന്ന പല കാർഡുകളും മുഖ്യമന്ത്രിക്കെതിരെ വന്ന വിമർശനങ്ങൾ അടക്കം മുക്കുന്നതിന് വേണ്ടി മെറ്റയെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ശേഷം ഇന്നലെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം, ക്യാബിനറ്റ് യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ മാധ്യമപ്രവർത്തകർ ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? എനിക്ക് ആ MDMA കേസ് പ്രതികളെ അറിയാം എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. ഒപ്പം ഒരു നുണ കൂടി അദ്ദേഹം പറഞ്ഞു. അതായത് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഈ പറയുന്ന ഈ ഹുസൈൻ അടക്കമുള്ള ആളുകൾക്ക് പോലീസിന് നേരിയ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നു. ആ സമയത്താണ് ഞാൻ ഇദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടുന്നത് എന്ന രീതിയിലാണ് സംസാരിച്ചത്. എന്നാൽ 2021 മുതൽ ഈ പറയുന്ന വി ഡി സതീശനുമായി ഇയാൾ ബന്ധം പുലർത്തിയിരുന്നു എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങൾ ഹുസൈന്റെ തന്നെ ഈ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ നിന്നും ഫേസ്ബുക്ക് ഐഡിയിൽ നിന്നും ഒക്കെ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് നുണയല്ലേ? നുണയാണ്. മാത്രവുമല്ല, മെറ്റ ഉപയോഗിച്ച് ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് കൂടി മാധ്യമങ്ങളുടെ മുമ്പിൽ വി ഡി സതീശൻ പറഞ്ഞു. ഇന്നതാ റിപ്പോർട്ടർ ചാനൽ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. മെറ്റ ഉപയോഗിച്ച് സർക്കാർ തന്നെ നീക്കം ചെയ്യിച്ചതാണ് എന്ന വാർത്തകൾ കൂടി പുറത്തു വരികയാണ്. അപ്പോൾ ഈ മുഖ്യമന്ത്രി എത്രത്തോളം ഭയപ്പെടുന്നു മാധ്യമങ്ങളെയും മാധ്യമ ചോദ്യങ്ങളെയും എന്നുള്ളതാണ്. നമുക്കറിയാം, കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി മാധ്യമങ്ങളെ കാണാറില്ല. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്താണ്? മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളെ ഭയമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായ സമയത്ത് നിരന്തരം മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ബട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയായ ശേഷം മാധ്യമങ്ങളോട് ഒരു വല്ലാത്ത അസഹിഷ്ണുതയാണ്. മാധ്യമങ്ങളെ കാണുന്നത് തന്നെ അദ്ദേഹത്തിന് വലിയ പേടിയാണ്, ഭയമാണ്. ഇദ്ദേഹം മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് എന്താണെന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം കേട്ടോ. അതായത് എന്ത് കാര്യമുണ്ടെങ്കിലും ആദ്യം ഞാൻ പറയുക അത് നിങ്ങളുടെ അടുത്തായിരിക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ ഒരു മുഖ്യമന്ത്രി ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയരുമ്പോൾ
പല വിമർശനങ്ങൾ ഉയരുമ്പോൾ അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരെ അധിക്ഷേപിക്കുന്ന ആ ചാനലുകളെ ആക്ഷേപിക്കുന്ന കാഴ്ചകൾ കൂടി നമ്മൾ കാണുകയാണ്. കേരളത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ പെരുമാറുന്ന ഒരു മുഖ്യമന്ത്രിയെ നമ്മൾ കാണുന്നത് എന്നുള്ളതാണ്. നോക്കൂ, പിണറായി വിജയനെതിരെയൊക്കെ ഏതൊക്കെ രീതിയിലുള്ള വ്യാജ വാർത്തകളാണ് മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചിട്ടുള്ളത്. LDF സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മെറ്റ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതികൾ ഉപയോഗിച്ചുകൊണ്ട് ഇതൊക്കെ നീക്കം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. അത്തരത്തിലുള്ള നീക്കങ്ങൾ ആ സർക്കാർ നടത്തിയോ? ഉണ്ടായില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം അതെല്ലാവർക്കും ഉണ്ട് എന്ന സർക്കാരിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഞാൻ ഇഷ്ടപ്പെടുന്നത് മാത്രമേ വാർത്തയാകാവൂ, എനിക്ക് ഇഷ്ടമല്ലാത്തതൊന്നും വാർത്തയാകാൻ പാടില്ല എന്ന് ശഠിക്കുന്ന എന്ന രീതിയിൽ ഒരു തീട്ടൂരം ഇറക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ നമ്മൾ കാണുകയാണ്. അതൊരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ലല്ലോ. ഇതൊരു ജനാധിപത്യ രാജ്യമാണല്ലോ. ഇത് രാജവാഴ്ചയൊക്കെ നിലനിൽക്കുന്ന ഒരു രാജ്യമല്ല എന്ന് VD സതീശൻ മനസ്സിലാക്കേണ്ടതുണ്ട്. VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കെതിരെ സ്വാഭാവികമായും ചോദ്യങ്ങൾ ഉയരും. കാരണം ഞങ്ങൾ ജയിപ്പിച്ച് അങ്ങ് അയച്ചിരിക്കുന്ന ഒരാളാണ്, ഒരു മുഖ്യമന്ത്രിയാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. താങ്കൾ ആ മുഖ്യമന്ത്രി കസേരയിൽ എത്തിയത് ഈ നാട്ടിലെ ജനങ്ങളുടെ വോട്ട് കൊണ്ടാണ്. അപ്പൊ സ്വാഭാവികമായും വോട്ട് ചെയ്തിട്ടുള്ള ജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശമുണ്ട്. അവരുടെ ചോദ്യങ്ങളാണ് മാധ്യമങ്ങൾ ചോദിക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. മാത്രവുമല്ല, ഇപ്പൊ നോക്കൂ, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ഈ കേസിന്റെ അപ്ഡേഷൻ എന്നതിനെ പറ്റി അന്വേഷിക്കുമ്പോൾ ഇപ്പോ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പരിങ്ങലിലാണ്. പല പോലീസുകാരും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്വേഷണം ശക്തമായി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, ഇയാൾ ഹവാല ഇടപാടുകളിൽ അടക്കം ഈ പറയുന്നത് പോലെ പങ്കുള്ള വ്യക്തിയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി പുറത്തു വരികയാണ്. സത്യത്തിൽ ഈ വിഷയത്തിൽ ഒരു കേന്ദ്ര അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഈ പറയുന്ന MDMA കേസ് പ്രതിക്ക് എവിടെ നിന്നാണ് MDMA ലഭിക്കുന്നത്? അയാൾ എവിടെയൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട്? ആർക്കൊക്കെ ഇത് കൈമാറിയിട്ടുണ്ട്? ഇതിന്റെ പങ്ക് ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കൾ പറ്റുന്നുണ്ട്? VD സതീശൻ അടക്കമുള്ള ആളുകളുമായി എന്താണ് ഇയാളുടെ ബന്ധം? ഈ പറയുന്ന ഇവരുടെയൊക്കെ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് ഈ MDMA വിൽപ്പന നടത്താൻ വേണ്ടി ഇയാൾ ഏതെങ്കിലും ഘട്ടത്തിൽ ശ്രമം നടത്തിയിട്ടുണ്ടോ? ഇതൊക്കെ പരിശോധിക്കണ്ടേ? അപ്പോൾ ഇതൊക്കെ പരിശോധിക്കണം. കാരണം ഇദ്ദേഹം മൊത്ത വിൽപ്പനക്കാരനാണെന്നുള്ള കാര്യമാണ് ഇപ്പൊ പുറത്തു വരുന്നത്. അതുകൊണ്ട് ഹുസൈൻ മുസാഫിർ എന്ന് പറയുന്ന മുഹമ്മദ് ഹുസൈന്റെ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ അങ്ങനെ ഒരു പരിശോധനയിലേക്ക് ഈ ഘട്ടത്തിൽ പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ്. തൂഫാനിലൂടെ ഇത്തരത്തിൽ പല നമ്മുടെ നാടിന് വിപത്തായിട്ടുള്ള ഹുസൈന്മാരെയൊക്കെ പിടികൂടുമ്പോൾ ഇവിടെ ഒരു ഭാഗത്ത് ഈ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ള ഒരു ആശങ്ക പൊതുവെ ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ്. നോക്കൂ, കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ എവിടെയെങ്കിലും ഈ പറയുന്ന ഹുസൈനെ തള്ളി പറഞ്ഞ് നമ്മൾ കേട്ടോ? ഹുസൈൻ ചെയ്തത് തെറ്റാണെന്നും ഹുസൈനെ ഈ പറയുന്നത് പോലെ ശിക്ഷിക്കണമെന്നും ഹുസൈന് അർഹമായിട്ടുള്ള എല്ലാ ശിക്ഷകളും ലഭിക്കണമെന്നും പറഞ്ഞു നമ്മൾ കേട്ടോ? ഇല്ല. മറിച്ച് ഞങ്ങളൊന്നും ഇടപെടുന്നില്ലല്ലോ എന്ന രീതിയിലുള്ള ഒരു ഡയലോഗ് പറഞ്ഞ് ഒഴിയുന്ന മുഖ്യമന്ത്രിയാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ, ആ ആരോപണങ്ങളെ ഏത് രീതിയിലാണ് അദ്ദേഹം നേരിടുന്നതെന്നൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾ കാണുകയാണ്. നുണകൾ പറഞ്ഞ്, കള്ളം പറഞ്ഞ് പ്രതിപക്ഷത്തിരുന്ന ഒരു നേതാവും ഒരു പാർട്ടിയും ഇവിടെ അധികാരത്തിൽ എത്തുമ്പോൾ എന്തൊക്കെ രീതിയിലുള്ള വിപത്തുകളാണ് നമ്മൾ കാണുന്നത്. നോക്കൂ, ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ പല രീതിയിലുള്ള അശ്ലീല കണ്ടന്റുകൾ ഒക്കെ ഷെയർ ചെയ്യുന്ന ഈ നീലക്കുയിലുമാരെ ഒന്നും പൂട്ടാൻ വേണ്ടി ഇവിടെ ഒരു സർക്കാരും ഇറങ്ങിത്തിരിക്കുന്നില്ല കേട്ടോ. അതായത് മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് ഈ പറയുന്ന ലെൻസ് കുത്തിക്കയറ്റുന്ന ആളുകൾക്കൊന്നും എതിരെ ഒരു രീതിയിലുള്ള ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നില്ല. അവരൊക്കെയാണല്ലോ ഇവരെ ഈ പറയുന്ന കസേരയിൽ എത്തിക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുത്തത്. അതുകൊണ്ടായിരിക്കാം. പക്ഷേ സത്യങ്ങൾ പറയുന്ന, സത്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന, ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്കെതിരെ നിരവധി ഇത്തരത്തിലുള്ള അതിക്രമങ്ങളും ആക്രമണങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ വാർത്ത പോലും നാളെ ഇതിൽ നിന്ന് നീക്കം ചെയ്തേക്കാം. ആര് നീക്കം ചെയ്തേക്കാം? ഒരുപക്ഷെ ഈ പറയുന്ന യൂട്യൂബ് കമ്പനി ഉപയോഗിച്ചുകൊണ്ട് ചിലപ്പോൾ അവർ നീക്കിയേക്കാം. കാരണം ഇപ്പൊ മുഖ്യമന്ത്രിയുടെ തല കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഏത് മാധ്യമത്തിലായാലും, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ആണെങ്കിൽ മറ്റേയോട് പറയും, യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബിനോട് പറയും, ഇനിയിപ്പോ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ വന്നാൽ ഗൂഗിളിനോട് പറയും. അങ്ങനെയൊക്കെ പറഞ്ഞ് നീക്കം ചെയ്യുന്ന ഒരു അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത്. എന്തൊരു അവസ്ഥയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. ഇത്രയും മോശമായ ഒരു മുഖ്യമന്ത്രിയെ കേരളം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇതായിരുന്നോ നിങ്ങൾ പറഞ്ഞ വിസ്മയം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.